നല്ല മനസ്സുള്ള ആളുകൾ എന്തിനാണ് പലപ്പോഴും ഒറ്റയ്ക്കാവുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് മറ്റുള്ളവരോട് ഒരുപാട് സ്നേഹവും കരുതലും ഉണ്ടാകും. എല്ലാം അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതെല്ലാം അവരെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്യും. ഒന്നും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും അവർ തയ്യാറാകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാകുന്നത് തങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയെന്നും അത് കാരണം തങ്ങൾ ഒറ്റപ്പെട്ടു പോയെന്നും. അവരുടെ നന്മ ചിലപ്പോൾ അവർക്ക് വലിയ നിരാശയും വിഷമവും നൽകും. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അവർ പതിയെ എല്ലാവരിൽ നിന്നും ഒതുങ്ങി മാറും. സ്വന്തമായി സമയം ചെലവഴിക്കും. സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധിക്കും. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ചിലപ്പോൾ ഈ നല്ല മനസ്സും സ്നേഹവുമൊക്കെ നമുക്ക് തിരിച്ചറിയാകാമെന്ന്. കുറച്ചുകാലം അവർ അങ്ങനെ ഒതുങ്ങിക്കൂടും. പിന്നെ പതിയെ പതിയെ പുറത്തേക്ക് വരും. പുതിയ ആളുകളെ പരിചയപ്പെടും. പഴയ ബന്ധങ്ങൾ പുതുക്കും. പക്ഷേ ഇത്തവണ ഒരു മാറ്റമുണ്ട്. ആരെ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടത്തിവിടണം എന്ന് തീരുമാനിക്കുന്നത് അവരായിരിക്കും. അവർ അപ്പോഴേക്കും ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് കൂടുതൽ കരുത്തുള്ളവരും ബുദ്ധിശാലികളും ദൃഢനിശ്ചയമുള്ളവരുമായി മാറിയിട്ടുണ്ടാകും. ഈ മാറ്റം മറ്റുള്ളവർ ശ്രദ്ധിക്കുമ്പോൾ ഒരുപക്ഷെ അവരെ വേറൊരു കണ്ണിലൂടെ കണ്ടേക്കാം. അല്ലെങ്കിൽ വീണ്ടും അവരെ ഒറ്റപ്പെടുത്തിയെന്നും വരാം. പക്ഷേ അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ചില ആളുകൾ എന്തൊക്കെ സംഭവിച്ചാലും നല്ല മനസ്സോടെ തന്നെ ഇരിക്കും. കാരണം അതവരുടെ സ്വഭാവമാണ്. നിങ്ങൾ അയൺ വാല്യൂ പ്രൊജക്ട് പിന്തുടരുന്നില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കാണുന്ന അവസാന സമയമായിരിക്കാം. പക്ഷേ നിങ്ങൾ പിന്തുടരുന്നുണ്ടെങ്കിൽ അഭിനന്ദനങ്ങൾ. നിങ്ങൾ എല്ലാ ദിവസവും വളരുകയാണ്.